കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് ചേർന്നിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു UGC നെറ്റിന്റെ എല്ലാവർക്കും കുറച്ച് പ്രയാസമുള്ള പേപ്പറാണ്. നമുക്കറിയാം, ജനറൽ പേപ്പറും ടീച്ചിങ് ആൻഡ് കുറിച്ചും അതുപോലെ തന്നെ ചില സ്ട്രാറ്റജീസും പ്രീവിയസ് കട്ട് ഓഫും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാളെ മുതലാണ് നമുക്ക് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ക്ലാസ് തുടങ്ങുന്നത്. നാളെ മുതലാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എഡ്സ്പെർ അക്കാദമി എന്ന് പറയുന്ന അക്കാദമി ഞങ്ങൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് നമ്മൾ ആളുകളിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിക്കേണ്ടത്, എങ്ങനെയാണ് ആളുകൾ ക്ലാസ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചതിന് അപ്പുറമായിരുന്നു നമുക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഞങ്ങൾ 10-15 ആളുകളെയൊക്കെ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ് നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനൊക്കെ. ആ ഒരു സമയത്ത് ഇപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ വൈകിട്ട് പോലും നമുക്ക് അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 32ഓളം പേര് ഇതുവരെ ആയിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാരെന്ന നിലയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ UGC നെറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആളുകൾ ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെ കൂടെ വരുന്നു എന്ന് പറയുന്നത് തന്നെ വളരെയധികം സന്തോഷമുള്ളതാണ്. ഞങ്ങൾക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ വളരെയധികം ഞങ്ങളെ ഊർജ്ജം നൽകുന്ന ഒന്നാണ്. അപ്പോൾ തുടക്കത്തിലെ അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സിലബസിലെ ഓവർവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ നെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്നിപ്പോ പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണല്ലോ UGC നെറ്റ് എന്ന് പറയുന്നത്. കോളേജ് അധ്യാപകരാവാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ചില നിയമങ്ങളും അല്ലെങ്കിൽ ചില നിബന്ധനകൾ, അതായത് UGC നിഷ്കർഷിക്കുന്ന ക്വാളിഫിക്കേഷൻ വേണമെന്ന നിർബന്ധം പിടിച്ചിരുന്ന ഒരു സാഹചര്യം നമ്മൾ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെയൊക്കെ അടുത്തുള്ള കോളേജുകളിലൊക്കെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസോട് കൂടി നല്ല സബ്ജക്ട് നോളജ് ഉള്ള ഒരുപാട് അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. അവരൊരുപാട് പേരെ പഠിപ്പിച്ച് വിടുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, വളരെ ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ UGC നെറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ പാസ്സാവാൻ സാധിച്ചിട്ടില്ല എന്നൊരു കാരണം കൊണ്ടാണ് അവരൊക്കെ ഒരു പ്രതിസന്ധിയിൽ പെടാൻ വേണ്ടി കാരണം. അപ്പൊ ആ ഒരു സമയത്താണ് എന്തുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമുക്ക് സഹായിച്ചുകൂടാ, നമുക്കറിയുന്ന അറിവുകളും മറ്റവർക്ക് കൊടുത്തുകൂടാ എന്നൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസിന്റെ ആദ്യ ദിവസമാണെന്ന് ഒരു 30 ദിവസത്തെ, ഇന്നത്തെ ദിവസം കൂട്ടാതെ നാളെ മുതൽ മെയ് 2 മുതൽ മെയ് 31 വരെ നീളുന്ന 30 ദിവസത്തെ ക്ലാസ് ആണ്. ഈ ജനറൽ പേപ്പറിലെ ഓരോ യൂണിറ്റും 10 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 10 യൂണിറ്റിലെയും കണ്ടന്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ 10 യൂണിറ്റിൽ ഓരോ ഭാഗത്തുനിന്ന് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സ്പെക്റ്റഡ് MCQ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് MCQ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു PDF ഫോർമാറ്റ് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും നമുക്കറിയാം, ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഒരിക്കലും നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചെന്ന് വരില്ല. ഓക്കെ, ഞാൻ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു അധ്യാപകനാകണമെന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഒരു അധ്യാപക ജോലിയിലേക്ക് എത്തണമെന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മളെല്ലാവരും UGC നെറ്റിലേക്ക് കടക്കുന്നത്. അല്ലെങ്കിൽ JRF നേടുക, റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോവുക തുടങ്ങിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. വർഷങ്ങളായിട്ട് നമുക്കുള്ള ആഗ്രഹങ്ങളാണ് അതൊക്കെ, അല്ലേ? പക്ഷെ നമുക്ക് എന്താ, പലപ്പോഴും നമുക്ക് ഇപ്പോൾ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം. പക്ഷെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ അറിയാം, നമ്മൾ ടീച്ചേഴ്സ് ആണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ക്വാളിഫിക്കേഷൻ, ഈ ഒരു എക്സാം പാസ്സാവാത്തത് കൊണ്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് ലഭ്യമാകുന്നത് കൊണ്ട് ഒരു മനപ്രയാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കാറുണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു മനപ്രയാസം ഒരുപാട് തവണ മാനസികമായി തളർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. കാരണം എന്നെ ഒരുപാട് മാനസികമായിട്ട് തളർത്തിയിട്ടുള്ള ഒന്നാണ് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ PG കഴിഞ്ഞ് PG പഠിക്കുന്ന സമയത്ത് 2 വർഷം 4 തവണ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് തവണ എഴുതിയിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് ആദ്യത്തെ അറ്റംപ്റ്റിലൊന്നും എനിക്ക് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം അന്നൊന്നും എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോച്ചിങ്ങോ അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാനൊന്നും സാധിക്കുന്നില്ലായിരുന്നു. പക്ഷെ പതുക്കെ സിലബസ് മനസ്സിലാക്കി
ചോദ്യങ്ങൾ പാറ്റേൺ മനസ്സിലാക്കി, ചോദ്യങ്ങൾ വരുന്ന ഏരിയ മനസ്സിലാക്കി, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ പറയാം, ഞാൻ എൻ്റെ 10ാമത്തെ അറ്റംപ്റ്റിലാണ്. അപ്പോൾ 10ാമത്, 1, 2 ഒന്നല്ല, 10ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ UGC നെറ്റ് ക്വാളിഫൈ ചെയ്തത്. അത് കൊമേഴ്സിലാണ് ഞാൻ ആദ്യമായിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്, എൻ്റെ 10ാമത്തെ അറ്റംപ്റ്റിൽ. അപ്പോൾ നമുക്ക് അതുവരെ 9 അറ്റംപ്റ്റുകൾ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 9 അറ്റംപ്റ്റുകളിൽ പലപ്പോഴും നമുക്ക് നെറ്റ് ചെറിയ മാർക്കിന് അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെടാറുള്ളത്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും, നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഇടക്കാലെങ്കിൽ ഇത്തവണ എന്തായാലും വേണ്ട, ഇതോടുകൂടി നിർത്തി, ഇനി അടുത്ത തവണ അപ്ലൈ ചെയ്യുന്നില്ല, ഇത് എത്ര അയച്ചിട്ട് അങ്ങനെ എഴുതുന്നത്, കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്ത നിങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് അടുത്ത നെറ്റ് എക്സാം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മനസ്സ് തന്നെ പറയും ഈ വർഷം അപ്ലൈ ചെയ്യണം എന്നുള്ളത്. കാരണം നമുക്ക് ഒന്നാമത് ആ ഒരു പ്രൊഫഷനോടുള്ള ഒരു പാഷൻ കൂടിയാണ് നമ്മൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ 10ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം 2020 PG പാസ് ഔട്ടായി, വളരെ അടുത്താണ്, 2020 ഞാൻ PG പാസ് ഔട്ട് ആവുന്നത്. ആ ഒരു 2022 ദിവസങ്ങൾ മുതൽ ഉള്ള ഈ ഒരു സമയ പരിധി കൊണ്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. പക്ഷെ തുടരെയുള്ള നമ്മുടെ പ്രാക്ടീസും അല്ലെങ്കിൽ അത് കിട്ടണമെന്ന ആഗ്രഹവും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പിന്നോട്ട് പോകുന്നില്ല. ആ ഒരു ബലത്തിന്റെ പുറത്താണ് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഒരുപാട് മാനസികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊരു വലിയൊരു ബാലികേറ മലയാണെന്നോ അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് കിട്ടുന്ന ഒന്നാണെന്നോ അങ്ങനെ ഒന്നും നമ്മൾ വിചാരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കൃത്യമായ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന തന്നെയാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. കാരണം എന്നേക്കാൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകർ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് ഒരുപാട് പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. പക്ഷെ അതിന് സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ, ഫസ്റ്റ് പേപ്പറും കൂടി നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കേണ്ട ആവശ്യകത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പേപ്പർ പ്ലസ് സബ്ജക്റ്റ് ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ഒരേ രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള സബ്ജക്റ്റുകളാണ്. കൊമേഴ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്, പിന്നെ ഇംഗ്ലീഷ്, അതുപോലെ ലാംഗ്വേജുകൾ ഉണ്ടായിരിക്കും, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഇങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള സബ്ജക്റ്റുകൾ ഉണ്ട്. അപ്പൊ സബ്ജക്റ്റ് നമുക്ക് ഒരുപക്ഷെ നമ്മൾ പഠിച്ചു വന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ചിലപ്പോൾ +2 പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പല വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ചില ഏരിയകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അറിയാം കുറച്ചൊക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി സബ്ജക്ട് നോളജ് എന്ന് പറയുന്നത്. കാരണം അത് സബ്ജക്ട് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പൊ വൈഡ് ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലിമിറ്റഡ് ആയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ നമുക്ക് നെറ്റ് സ്കോർ ചെയ്യുവാൻ സബ്ജക്റ്റിൽ നമുക്ക് കുറയുന്ന മാർക്ക് പോലെ തന്നെ അവിടെ മാർക്ക് കുറയുന്ന സമയത്ത് നമുക്ക് നെറ്റിനെ സ്കോർ ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്ന പേപ്പറാണ് നമ്മുടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്, ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ പേപ്പറിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ എൻ്റെ 7ാമത്തെയും 8ാമത്തെയും 9ാമത്തെയും നെറ്റ് അറ്റംപ്റ്റിൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ആ സമയത്തൊക്കെ എനിക്ക് കൺസിസ്റ്റൻസി പറ്റിയിരുന്നു. കാരണം ഒരു 30 ചോദ്യങ്ങൾ എപ്പോഴും എനിക്ക്, അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 30+ എപ്പോഴും എനിക്ക് ഫസ്റ്റ് പേപ്പറിൽ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു. ഔട്ട് ഓഫ് 50, 50 എപ്പോഴും. പക്ഷെ അതൊന്നും നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഒരു പക്ഷെ അത് അവിടെ സബ്ജക്റ്റിൽ മാർക്ക് കുറയുന്നുണ്ടായിരിക്കും. എൻ്റെ ആ ഒരു 10ാമത്തെ അറ്റംപ്റ്റിൽ 32 എബോ എനിക്ക് ഫസ്റ്റ് പേപ്പറിൽ മാർക്ക് സ്കോർ ചെയ്യുക, കൺസിസ്റ്റൻസി ഉണ്ടാവുകയും സബ്ജക്റ്റിൽ എളുപ്പം മാർക്ക് കൂടുകയും ചെയ്ത സമയത്താണ് കൃത്യമായ രീതിയിൽ കട്ട് ഓഫ് ബ്രേക്ക് ചെയ്തുകൊണ്ട് എനിക്ക് സബ്ജക്റ്റിൽ, അതായത് കൊമേഴ്സിൽ മാനേജ്മെന്റിലും, അതായത് MBAയുടെ മാനേജ്മെന്റിലും ആദ്യമായിട്ട് നെറ്റ് എക്സാം എഴുതുകയും ആ പരീക്ഷയും എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ അത്ര പഠിച്ചിട്ടൊന്നും പോയി എഴുതിയ പരീക്ഷ ഒന്നുമല്ല. പക്ഷെ അത് നമ്മൾ
നമുക്കൊരു ബേസ് തന്നിരുന്നു അല്ലേ, നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്, ആ പഠിച്ചതിന്റെ ബേസ് ഫസ്റ്റ് പേപ്പർ ഓൾറെഡി പഠിച്ചിരുന്നു, ആ ഒരു ബേസിൽ പോയി എഴുതിയതാണ്, അതിൽ നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തത്. ഒരു സാധാരണ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള നിങ്ങളെപ്പോലെ തന്നെ ഉള്ള ഒരാളെന്ന നിലയിൽ നമ്മളെ കൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ ഈ വർഷം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനാണ്, നിങ്ങൾ ഇൻഡിവിജ്വലി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എഡ്സ്പെയർ എന്ന അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ ഒരു ബാനറിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നെറ്റ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. കൊണ്ട് സബ്ജക്ട് നോളജും കാര്യങ്ങളും ഞങ്ങൾ ഗൈഡൻസും തന്നുകൊണ്ട് ഈ ഒരു ക്രാഷ് കോഴ്സിൽ ചേർന്നിട്ടുള്ള ആളുകളിൽ ഒരാളെയെങ്കിലും, മുഴുവൻ പേരെയും നെറ്റ് ക്വാളിഫൈ ചെയ്യിപ്പിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ ക്ലാസ് കൊടുത്താൽ മാത്രം പോരല്ലോ, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യണം, അത് റിവൈസ് ചെയ്ത് പഠിക്കുകയും വേണം അല്ലേ. അപ്പോൾ ഒരാളെയെങ്കിലും ഈ ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ മുഴുവൻ പേരെയും എന്ത് ചെയ്യണം, നെറ്റ് ക്വാളിഫൈ ചെയ്യിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നേരെ നിങ്ങളുടെ ഈ ജനറൽ പേപ്പറും ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് ഓവർവ്യൂയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സിലബസ്, എന്തുകൊണ്ടാണ് സിലബസ് ഓവർവ്യൂ വേണ്ടി വരുന്നത് എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും സിലബസ് മനസ്സിലാക്കാതെ ഒരു എക്സാമും നമ്മൾ, പ്രത്യേകിച്ച് ഇതുപോലത്തെയുള്ള ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു പരീക്ഷ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം നമ്മൾ എപ്പോഴും സിലബസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ അതിന്റെ ഔട്ടർ ലൈനിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നോക്കി പോകാറുള്ളത്. അതിന് ഉള്ളിലുള്ള കണ്ടന്റ് എന്താണ്, ആ കണ്ടന്റിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും, ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നത് ആലോചിക്കാറില്ല. നോക്കും, ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് മാത്രം എക്സ്ക്ലൂസീവ്ലി ഫോർ യു, എഡ്സ്പെയറുടെ ഈ ക്രാഷ് കോഴ്സ് എടുത്തിട്ടുള്ള നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒന്നായിരിക്കും. കാരണം ചിലപ്പോൾ മറ്റ് നെറ്റിന് അപ്ലൈ ചെയ്ത ആളുകാരും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഇത് പഠിക്കുന്നുണ്ടാവില്ല, അവരിത് ടഫാണ് അല്ലെങ്കിൽ ഇത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കും. അത് ഒഴിവാക്കുന്നത് കൊണ്ടാണ് അവർക്ക് എന്ത് കിട്ടാത്തത്, നെറ്റിന്റെ സ്കോറിലേക്ക് അവർ എത്താത്തത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും അങ്ങനെ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കുകൾ അതുകൂടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നു. അത് കവർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടുന്നത്, ഒരു എഡ്ജ് മാർക്കിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ സിലബസ് ഓവറിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം 10 യൂണിറ്റുകളാണ് എന്തുള്ളത്, UGC നെറ്റിന്റെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്ന ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിൽ 10 യൂണിറ്റുകളാണുള്ളത്. സിലബസ് പ്രകാരം പറയുകയാണെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും 5 ചോദ്യങ്ങൾ വീതമാണ് ചോദിക്കാനാണ് UGC പറയാറുള്ളത്. എപ്പോഴും അതുപോലെ തന്നെ ആകണമെന്നില്ല, കാരണം പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീച്ചിങ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ICT, ഇതൊക്കെ പലപ്പോഴും എന്തായാലും ഇന്റർ കണക്റ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. നമുക്ക് തോന്നുന്നത് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ICT എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സംശയം വരാറുണ്ട് പലപ്പോഴും. പല ചോദ്യങ്ങളും അങ്ങനെ സംശയങ്ങളെ കുറിച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് സിലബസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ സിലബസിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ സിലബസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മളിത് തുടങ്ങി കഴിഞ്ഞു. എനിക്കറിയാം പലപ്പോഴും പല ആളുകളും ചിലപ്പോ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, ഒരു പക്ഷേ ഇതിലെ പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു കോച്ചിങ്ങിന് എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ടായിരിക്കും. ഓക്കെ, ഫീ വളരെ കുറവായതുകൊണ്ടായിരിക്കും പലരും ചോദിച്ചിട്ടുണ്ടാവും. 550 രൂപയ്ക്ക് ആണ്. ചെയ്യാമോ അവിടെ അൺമ്യൂട്ടാണ്. ഓക്കെ, പലപ്പോഴും പല ജോലി പല കാരണങ്ങളുണ്ടായിരിക്കും. ഒരു കാരണം തീർച്ചയായിട്ടും എനിക്കറിയാം 550 രൂപയാണ് വരുന്നത്. ഒരു മാസം 30 ദിവസത്തെ ക്രാഷ് കോഴ്സ് കിട്ടുകയാണ്, അതും ഫസ്റ്റ് പേപ്പറിൽ. ഞങ്ങൾ ക്രാഷ് കോഴ്സ് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു 50% ഒന്നല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, 100% സിലബസ് എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 550 രൂപ അതൊരു കാരണമാകാം. ചിലർ എന്റെ പരിചയം കൊണ്ട്, എന്നെ അറിയുന്ന ആളുകളായതുകൊണ്ട് പലരും ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. മറ്റു ചിലർ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക നമുക്കറിയാം ഇപ്പൊ യൂണിവേഴ്സിറ്റി ഒരു ടീച്ചേഴ്സിന്റെ ഒരു പ്രതിസന്ധി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ പോലും ഉണ്ടായിട്ടുണ്ട്. കാരണം നെറ്റ് ഇല്ലാത്തവർക്ക് ഇനി അധ്യാപകരായി തുടരാൻ സാധിക്കില്ല എന്ന് തുടങ്ങിയിട്ടുള്ള അതൊരു പ്രതിസന്ധിയായിട്ട് മാറി. അത് കമ്പൽ ചെയ്തിട്ടുണ്ടാവും നിങ്ങളെ. തീർച്ചയായിട്ടും ഈ ജൂണിൽ എന്തായാലും നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ,
അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നെറ്റിന് ഈ ഒരു ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ കാരണങ്ങളൊന്നും തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, ബോധർ ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല. അത് എന്ത് തന്നെ ആയാലും നമ്മുടെയൊക്കെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയുന്നത്, ഈ വരുന്ന ജൂൺ UGC നെറ്റ് എക്സാം, അത് ഏതായി, കൊമേഴ്സ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ആ UGC നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ഞാൻ 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ക്ലാസ് ഞങ്ങൾ എടുത്തു തരും. ക്ലാസ് നമ്മൾ ഒരുപാട് നമ്മുടെ സിലബസ് കവർ ചെയ്യും, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, കണ്ടന്റ് ഡിസ്കസ് ചെയ്യും, നിങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യും. എല്ലാം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. ഒരു ടീം വർക്കായിട്ട്. ഒരിക്കലും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെസ്സേജ് ഒന്നും ഇടരുത്. പകരം നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെ നമ്മൾ ഇന്ററാക്റ്റീവ് മോഡിലായിരിക്കണം പോകേണ്ടത്. നിങ്ങൾ ചോദിക്കാം, അതിന് ആൻസർ പറയുന്ന രീതിയിലായിരിക്കും. ഞാൻ മാത്രമല്ല, ക്ലാസ് എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ആ ജൂൺ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമായിരിക്കണം ഈ മെയ് 1 മുതൽ തുടങ്ങുന്ന ക്രാഷ് കോഴ്സിൽ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കേണ്ടത്. ഈ ജനറൽ പേപ്പർ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്താണോ നിങ്ങളുടെ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് പഠിക്കുന്നതിന് ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റിവെക്കുകയും വേണം. അതിന് 3 കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്ത 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഒരു 3 P ആണ് അത് എന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് പെർസിസ്റ്റൻസ് ആണ്. ഓക്കെ, പെർസിസ്റ്റൻസ് ആണ്. നമുക്കത് വേണം എന്നുള്ള ഒരു വാശിയാണ്. ഓക്കെ, എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നൊരു വാശി നിങ്ങൾക്ക്, ആ പെർസിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എനിക്കത് ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല, അല്ലെ? നമ്മൾ അങ്ങനെ തന്നെ അല്ലേ, ചില കാര്യങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അത് അച്ചീവ് ചെയ്തേ പറ്റുള്ളൂ. അതായത് നമുക്കത് ഒഴിവാക്കി വിടാൻ ഒരിക്കലും സാധിക്കില്ല. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. അത് അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോ അറിയാം, നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കും. നമുക്ക് വേണ്ട ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിനു വേണ്ടി പരതിക്കൊണ്ടിരിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും. ആ പെർസിസ്റ്റൻസ്, ആ ഒരു വാശി, ഒരു നിശ്ചയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതെനിക്ക് വേണം എന്നൊരു വാശി. ഈ ജൂൺ എക്സാം, ഈ ജൂൺ നെറ്റ് എക്സാം ഞാൻ ക്വാളിഫൈ ചെയ്യണം, അതിനൊരു വാശി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം എന്നാണ്. മറ്റൊന്ന് പറയുന്നത് നിങ്ങളുടെ പ്രയോറിറ്റിയാണ്. അടുത്ത P എന്ന് പറയുന്നത് പ്രയോറിറ്റിയാണ്. പെർസിസ്റ്റൻസും പ്രയോറിറ്റിയും. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്, UGC നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നതാണ്. നെറ്റ് വൺസ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ നമുക്കറിയാം നമ്മൾ എപ്പോഴും എന്താണ്, ക്വാളിഫൈഡ് ആയിരിക്കും, അല്ലെ? അപ്പൊ ആ ക്വാളിഫൈ ചെയ്യുന്നതാണ് പ്രയോറിറ്റി. ആ പ്രയോറിറ്റി അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, അതിന് മുൻഗണന കൊടുക്കുക. ആ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ 7 to 8 നമ്മളിവിടെ ക്ലാസ് വെക്കുന്നുണ്ട്. ഈ 7 ക്ലാസ് വെക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ മറ്റു ചില പ്രോഗ്രാംസിൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനെ എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? ചിലപ്പോൾ അത്രയും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു എന്തെങ്കിലും പ്രോഗ്രാമോ ആക്ടിവിറ്റീസോ പാർട്ട് കാണുക. അപ്പൊ പ്രയോറിറ്റൈസ് ചെയ്യുക. നമുക്ക് വേണം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യപ്പെടും, കിട്ടുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തും. അടുത്ത P എന്നത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ്, പെർസിസ്റ്റൻസ്, പ്രയോറിറ്റൈസ് ആൻഡ് പ്രാക്ടീസ്. പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. UGC നെറ്റിലെ ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡില് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതാണ്, PDF ഫോർമാറ്റ് തരുന്നതാണ്. നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുക, നിരന്തരം പ്രാക്ടീസ്. ക്വസ്റ്റ്യൻസ് ഒരുപാട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ 3 P നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. പെർസിസ്റ്റൻസ്, അതുപോലത്തെ പ്രയോറിറ്റി, ദെൻ പ്രാക്ടീസ്. ഈ ജൂൺ നെറ്റ് എക്സാം കഴിയുമ്പോൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത്, ഞാൻ ഈ 3 Pയിലൂടെയാണോ കടന്നു വന്നത്? ആ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക. ജൂണിന്റെ എക്സാം റിസൾട്ട് ഒരു മാസം കഴിഞ്ഞാൽ ജൂലൈയിലോ ഓഗസ്റ്റിലൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ UGC നെറ്റ് ക്വാളിഫൈ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഞാൻ ഇപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ. എനിക്ക് പെർസിസ്റ്റൻസ് ഉണ്ടായിരുന്നോ? ഞാൻ എൻ്റെ ലക്ഷ്യത്തെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തിരുന്നോ? ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു? ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങൾ ഇന്ന് മനസ്സിൽ വെച്ച് ഇത് മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും എൻ്റെ മനസ്സ് പറയുന്നു, വരുന്ന ജൂൺ നെറ്റ് എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ട എല്ലാ ഹെൽപ്പും എഡ്സ്പെയർ അക്കാദമിയുടെ ഭാഗത്തുനിന്ന്
ഉണ്ടായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണത്തിനും കണ്ടന്റ് ക്ലാരിഫിക്കേഷനും എല്ലാത്തിനും എഡ്സ്പെർ അക്കാദമി കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ഓരോ ടോപ്പിക്കിലേക്കായിട്ട് കടക്കുകയാണ്. സിലബസ് ഓവർവ്യൂയുടെ ഭാഗമായിട്ട് ആദ്യം വരുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് ആദ്യം വരുന്ന ഭാഗം എന്ന് പറയുന്നത്. നോക്കൂ, എന്തുകൊണ്ടാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൊടുക്കാൻ കാരണം? നമുക്കറിയാം, നമ്മുടെ നെറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോളേജ് ലെവലിൽ അധ്യാപകരാകുന്ന യോഗ്യതയാണ് അല്ലേ? തീർച്ചയായിട്ടും ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ടീച്ചിങ്ങിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ വോയിസ് കട്ടാവുന്നുണ്ട്. വോയിസ് മുറിഞ്ഞു ഇത് നോക്കൂ, ഇതിൽ വരുന്നത് ലെവൽ ഓഫ് ടീച്ചിങ്, മെമ്മറി. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇപ്പോ നോക്കൂ, ഇതിൽ വരുന്ന ഒന്നാണ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. ഈ 3 ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡ്. അത് ശരിക്കും ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറില്ല. ടീച്ചിങ്ങിന് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറില്ല. അതാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നത്. ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പോസിറ്റീവ് ആയിട്ടായിരിക്കും അതിന്റെ ആൻസേഴ്സ് വരുന്നത്. ഇപ്പൊ മെമ്മറി ലെവലും അണ്ടർസ്റ്റാൻഡിംഗ് ലെവലും റിഫ്ലക്റ്റീവ് ലെവലും നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം. അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് കൃത്യമായിട്ടൊരു ആൻസർ ഒന്നും പഠിക്കാനൊന്നുമില്ല. അതായത് UGC പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തിയറികളിലോ ഒന്നും കൃത്യമായ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ടില്ല നമുക്ക്. പക്ഷെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ വരുന്നുണ്ട്, ടീച്ചിങ്ങിൽ വരുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കും എന്തൊക്കെയാണ് അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു കാര്യമാണ് അഡോളസെൻസിന്റെയും അഡൾട്ട് ലേണേഴ്സിന്റെ അക്കാഡമിക്, സോഷ്യൽ, ഇമോഷണൽ, കോഗ്നേറ്റീവ്. ഇതിൽ ഇമോഷണൽ ആൻഡ് കോഗ്നേറ്റീവ് ലെവലിൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, ടീച്ചർ ലേണർ സപ്പോർട്ട് മെറ്റീരിയൽസ്, ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ്, ലേണിംഗ് എൻവയോൺമെന്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഭാഗത്താണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും അതുപോലെ തന്നെ ലേണിങ്ങിനും സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇങ്ങനെ ഒരു 5 കീ ഫാക്ടേഴ്സ് ഉണ്ട്. 5 കീ ഫാക്ടേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് ടീച്ചർ നിങ്ങളോട് ഡിസ്കസ് ചെയ്യും. കീ സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും മറിച്ച് തിരിച്ചൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് എപ്പോഴും കൊളാബറേഷൻ ലെവല്, കോപ്പറേറ്റീവ് ലെവല്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ ടീച്ചേഴ്സ് സെന്റേഡ് വേഴ്സസ് ലേണേഴ്സ് സെന്റേഡ് മെത്തേഡ്. അതായത് ഓഫ്ലൈനിൽ ഓൺലൈൻ മെത്തേഡ്, സ്വയം പ്രഭ, മൂക്ക്. ഇതിലൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് ചോദിക്കുന്ന സ്വയത്തിന്റെ ഫുൾ ഫോം ഒക്കെ ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചിട്ടുണ്ട്. സ്വയത്തിന്റെ ഫുൾ ഫോം എന്താണ്, അതുപോലെ മൂക്കുമായി ബന്ധപ്പെട്ട മൂക്ക് പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ട്രഡീഷണൽ ആൻഡ് മോഡേൺ ICT ബേസ്ഡ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവാലുവേഷനിൽ ഫോർമൽ ഇവാലുവേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ 2-3 ടൈപ്പ് ഇവാലുവേഷൻ ഉണ്ട്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഫോർമൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവാലുവേഷൻ ടൈപ്പ് നമുക്ക് സാധാരണ ചോദിക്കാൻ എങ്ങനെ വെച്ചാൽ ഒരു എക്സാമ്പിൾ മോഡാണ് ക്വസ്റ്റ്യൻ വരിക. ഒരു എക്സാമ്പിൾ മോഡ്, ഒരു സിറ്റുവേഷൻ ആണ് തരാം. ടീച്ചർ ഇന്ന സെമസ്റ്റർ എക്സാം കഴിഞ്ഞു, ഗ്രേഡ് പോയിന്റ് കൊടുക്കുന്നു. അപ്പൊ ഇത് ഏത് തരത്തിലുള്ള ഇവാലുവേഷൻ ആണ്, അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ ടീച്ചിങ് ഇന്നോവേഷൻ. ഞാൻ പറയുമ്പോൾ നമ്മൾ ഇതിലെ സിലബസുകള്, ഇതിലെ ബേസിക് ആയ കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ടീച്ചിങ്ങിൽ ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ എപ്പോഴും പറഞ്ഞത് പോസിറ്റീവ് ആയ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം എപ്പോഴും നമ്മൾ ടീച്ചിങ് എന്ന് പറഞ്ഞ യൂണിറ്റിനോട് ഉണ്ടായിരിക്കേണ്ടത്. അത് നമുക്ക് ചില കാര്യങ്ങൾ, ചില ഫാക്റ്റുകൾ ഉണ്ട്, അത് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇപ്പൊ പറയുകയാണെങ്കിൽ 5 കീ ഫാക്ടേഴ്സ് ഉണ്ട്, ഹെൽപ്പിംഗ് ഫാക്ടേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, ടീച്ചിങ്ങിനെ സ്വാധീനിക്കുന്ന 5 കീ ഹെൽപ്പിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം.
ഓക്കെ, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മാത്രം നമുക്ക് അത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റു കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ഈ ഒരു 10 യൂണിറ്റിനെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് കാണേണ്ടത്, സ്ട്രാറ്റജി ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ലാസ്റ്റ് ക്ലാസ്സിന്റെ അവസാനമാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഓക്കെ, ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് എപ്പോഴും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കും അതിന്റെ ആൻസർ എപ്പോഴും ഉണ്ടാവുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, അതൊരു മനസ്സിൽ വെക്കുക. ഓക്കെ, അടുത്താണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് കൊമേഴ്സുകാർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, കൊമേഴ്സുകാര് അവരുടെ സബ്ജക്റ്റിലും എന്ത് പഠിക്കുന്നുണ്ട്, റിസർച്ച് പഠിക്കുന്നുണ്ട്. ഇപ്പൊ കൊമേഴ്സുകാരെ സംബന്ധിച്ചുള്ള അവർ സബ്ജക്റ്റിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു തവണ പഠിച്ചാൽ മതി. ഓരോടത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ടോടത്തും എന്താണ് ഉപകാരപ്പെടുന്നതാണ്. പക്ഷെ ഒരിക്കലും റിസർച്ച് എന്തല്ല വളരെ ഈസി ആയിട്ടുള്ള ഏരിയ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിസർച്ച് ഒരിക്കലും എന്തല്ല ഒരു ഈസി ആയിട്ടുള്ള ഏരിയ അല്ല. ഇത് റിസർച്ചിന്റെ മീനിങ്ങും ടൈപ്പ്, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ്, പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് ടു റിസർച്ച്, ഇങ്ങനെയൊക്കെ പോസിറ്റിവിസം, പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ എന്ത് ചെയ്യാണ്, ആകെ ഒരു സംശയം വരികയാണ്, ഇത് എന്താണ്, എന്ത് ടൈപ്പ് റിസർച്ച് ആണ് ചോദിക്കുന്നതൊക്കെ. പക്ഷെ അതൊക്കെ എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ചിലർക്ക് അറിയുന്നില്ല. പോസിറ്റിവിസം എന്താണ്, പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് എന്താ, അപ്രോച്ച് എന്താന്ന് പറയുമ്പോൾ നമ്മൾ റിസർച്ച് പഠിക്കുന്ന ആളുകൾക്ക് അത് അറിയുന്നില്ല. അപ്പൊ അത് ചിലർ സ്കിപ്പ് ചെയ്യുകയാണ്. അവിടെയാണ് അത് നിങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. എപ്പോഴും ചോദിക്കുന്നതാണ് പോസിറ്റിവിസവും പോസ്റ്റ് പോസിറ്റീവ് അപ്രോച്ച് ഒക്കെ പറയുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിസർച്ചുകൾ, റിസർച്ചിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഇത് അതിൽ തന്നെ ചോദിക്കുന്ന ഒന്നാണ് എക്സ്പെരിമെന്റൽ റിസർച്ച്, ആക്ഷൻ റിസർച്ച്. ടൈപ്സ് ഓഫ് റിസർച്ചിലുള്ളതാണ് എക്സ്പെരിമെന്റൽ റിസർച്ചും അതുപോലെ തന്നെ ആക്ഷൻ റിസർച്ചും. ഈ ആക്ഷൻ റിസർച്ച് ഒക്കെ സാധാരണ ചോദിക്കാറുള്ളത് അതിന്റെ ഒരു പാത്ത് വേ ഉണ്ട്. ആക്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ റിസർച്ചിന്റെ ഒരു പാത്ത് വേ ഉണ്ട്, അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ചിന്റെ എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റിയിൽ ഇന്റർവെൻഷൻ നടത്തിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആക്ഷൻ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എക്സ്പെരിമെന്റ് റിസർച്ചിൽ അതിൽ വരുന്ന കണ്ടന്റ്സ് എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ചോദിക്കാറുള്ളത്. അതായത് ഒരു കേസ് തരും. ഇപ്പോ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ക്ലാസ് എടുത്ത് പരീക്ഷയിൽ കുട്ടികൾ പാസ്സായി, അപ്പൊ പാസ്സാവാനുള്ള കാരണം എന്താണെന്ന്, അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പൊ അത് അതിന് ഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ഈ പോസിറ്റിവിസവും പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചും പറഞ്ഞ പോലെ തന്നെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിസർച്ചുകൾ ടൈപ്പ് ചോദിക്കും, എന്നിട്ട് ഇതിൽ ഏതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ഏതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ് ചോദിക്കാറുണ്ട്. പിന്നെ മറ്റൊന്ന് സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, എപ്പോഴും റിപ്പീറ്റീവായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച്. നമ്മൾ എപ്പോഴും പഠിച്ചു വെച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആകണമെന്നില്ല UGC NTA ചോദിക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും, അതായത് ഓർഡർ ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചു വെച്ച് അതുപോലെ തന്നെ ചോദിക്കണമെന്നില്ല, പക്ഷെ അതിനൊരു സിസ്റ്റമാറ്റിക് ഒരു ഓർഡർ എന്തിനുണ്ട്, റിസർച്ചിന്റെ സ്റ്റെപ്സിന് എപ്പോഴും അതൊരു ഡിസോർഡർ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്യുക. സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് റിസർച്ച് എത്തിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ റിസർച്ച് എത്തിക്സില് നമ്മളെ എത്തിക്കൽ ബിഹേവിയർ എങ്ങനെയായിരിക്കണം, ഒരു റിസർച്ചർ എങ്ങനെയായിരിക്കണം, എത്തിക്കൽ ബിഹേവിയർ എങ്ങനെയാണ്, പ്ലാജറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ ചോദിക്കാറ്. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നതും ടീച്ചിങ്ങിനെ പോലെ അത്ര എളുപ്പമല്ല, പക്ഷെ ഇതിലേക്ക് കൃത്യമായിട്ട് അതിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇപ്പൊ ടീച്ചിങ്ങിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, ടീച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ടീച്ചേഴ്സിന്റെ ചോദിക്കാം. പക്ഷേ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഇതിന്റെ കൃത്യമായ ആൻസേഴ്സ് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പുസ്തകത്തിൽ കൃത്യമായിട്ട് ആൻസർ ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ റിസർച്ചിന് ചോദിക്കുന്ന ഏത് ചോദ്യം നമുക്ക് ചോദിക്കാം. ഇപ്പോൾ റിസർച്ചിൽ എപ്പോഴും റിപ്പീറ്റീവായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രോബബിലിറ്റി സാമ്പിളിങ്. അതുപോലെ തന്നെ ചോദിക്കാറുള്ള മറ്റൊന്നാണ് റാൻഡം സാമ്പിളിങ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പെരിമെന്റൽ റിസർച്ച്. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചോദിക്കാറുണ്ട്. സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ചോദിക്കാറുണ്ട്. പിന്നെ ഹൈപ്പോതിസിസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഹൈപ്പോതിസിസ് സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സുകൾ എങ്ങനെയൊക്കെയാണ്, അതെങ്ങനെയാണ്. അതുപോലെ ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ മറ്റൊന്ന് നമ്മൾ ചോദിക്കാറുള്ളത് പല സ്നോബോൾ സാമ്പിളിങ് അല്ലെ. സ്നോബോൾ സാമ്പിളിങ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ടൈപ്സ് കാര്യങ്ങളൊക്കെയാണ്. എപ്പോഴും റിസർച്ചിന്റെ ചോദ്യങ്ങൾ എപ്പോഴും ടേബിൾ ഫോർമാറ്റിലാണ് അധികം കണ്ടിട്ടുള്ളത്. ടേബിൾ പരസ്പരം എന്ത് വെച്ച്
ചേരുമ്പടിച്ചെടുക്കുക നമ്മൾ പറയില്ലേ, ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് ഡിസ്കസ് ചെയ്യും. സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ റിസർച്ചിന്റെ ഒരു ഗുണം കൊമേഴ്സുകാർക്ക് ഉണ്ട്, കാരണം അവർ സബ്ജക്റ്റിൽ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു ഭാഗമാണ്. അവരെ സംബന്ധിച്ച് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടോടത്തും അവർക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റണം. അതാണ് രണ്ടാമത്തെ യൂണിറ്റ് ആണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, ഇനി കോംപ്രഹെൻഷൻ. കോംപ്രഹെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ചിലരെന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യുന്ന, കാരണം സമയമില്ലാത്തത് കൊണ്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ തോന്നിയ പോലെ ആൻസർ കൊടുക്കുന്ന ഏരിയ, അല്ലെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കോംപ്രഹെൻഷൻ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 5 മാർക്ക് ഷുവർ ആയിട്ട് തരുന്ന ഒരു ഏരിയ ആണ് റീഡിങ് കോംപ്രഹെൻഷൻ. 5 മാർക്ക് ഒരു കാരണവശാലും നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത്. 5 മാർക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏരിയ ആണത് റീഡിങ്. കാരണം അതിന്റെ ഉത്തരം അതിൽ തന്നെയാണ്. നമുക്കൊരു പാസേജ് തരും, ആ പാസേജിൽ നിന്നും 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ പാസേജിൽ തന്നെയുള്ള ആൻസേഴ്സ് ആണ് ആ ചോദ്യത്തിന് ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് പാസേജ് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം ഏത് ഏരിയയിൽ നിന്നാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ ചോദ്യത്തിന്റെ കീവേഡ് നോക്കുക. അതിന്റെ ഒരു ടെക്നിക്കാണ്, ഈ ചോദ്യത്തിലുള്ള ഏതെങ്കിലും കീവേഡ് ഉണ്ടാകും, ചോദ്യവുമായി ബന്ധപ്പെട്ട കീവേഡ് എപ്പോഴും ഉണ്ടായിരിക്കും ആ സെന്റൻസിൽ ഉണ്ടായിരിക്കും. അതിനടുത്ത് തന്നെ ഇതിന്റെ ആൻസർ എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യില്ല, ഇപ്പോൾ ലാസ്റ്റിലേക്കാണ് എന്ത് വരിക, പാസേജ് വരിക. സമയം ഇല്ലാതെ ജസ്റ്റ് നമ്മൾ ആൻസർ സ്കിപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അറിയാത്ത ആൻസർ ഒക്കെ കൊടുത്തുകൊണ്ട് പോകും. നമുക്ക് കൃത്യമായിട്ട് ആൻസർ 5 മാർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. അത് വായിച്ചാൽ തന്നെ അതിൽ ഉത്തരമുണ്ട്. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉത്തരം നമ്മുടെ മുന്നിലുണ്ട്. നോക്കൂ, നമുക്ക് നെറ്റ് സ്കോർ ചെയ്യാനുള്ള ഉത്തരം നമ്മുടെ മുന്നിലുണ്ട്. മറ്റു ചോദ്യങ്ങളെ പോലെ ഒന്നല്ല. മറ്റു ചോദ്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിൽ നിന്ന് കിട്ടണം. അങ്ങനെയാണ് മറ്റു യൂണിറ്റുകളൊക്കെ. റീഡിങ് കോംപ്രഹെൻഷൻ അങ്ങനെയല്ല, നമ്മുടെ മുന്നിൽ കിടക്കുകയാണ് നമ്മുടെ 5 മാർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 50 ചോദ്യങ്ങളിൽ 5 ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ 10 മാർക്ക് നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. നമ്മൾ ഒന്ന് പരതി എടുത്താൽ മതി. പരതി എടുത്താൽ നമുക്ക് കിട്ടുവേ, 5 മാർക്ക് നമുക്ക് ഷുവർ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ആയിട്ട് കിട്ടും. 10 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ആ റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്, അതിന് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് തരുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് തരും, നമ്മൾ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തരും. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമ്മളത് തരുന്ന സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരോട് എനിക്കൊരു അഭ്യർത്ഥനയാണ്, ഒരിക്കലും നിങ്ങൾ റീഡിങ് കോംപ്രഹെൻഷനെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇത് റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ നമ്മൾ എപ്പോഴും സിമ്പിൾ ആയിട്ട് എടുക്കുന്ന ഏരിയ ആണ്. എപ്പോഴും സിമ്പിൾ അല്ലേ, എപ്പോഴും സിമ്പിൾ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലേ, ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് മനസ്സിലാവും, സിമ്പിൾ ആണ്, അത് സ്കിപ്പ് എന്താണ്, അത് അധികം പഠിക്കേണ്ട ആവശ്യമില്ല എന്നാ തെറ്റി. കമ്മ്യൂണിക്കേഷൻ അങ്ങനെ സിമ്പിൾ ആയി എടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷന് എപ്പോഴും ICT-യുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എന്താ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 യൂണിറ്റുകളും പരസ്പരം കണക്റ്റഡ് ആണ്. ഇതിന് പല രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വരുന്ന കണ്ടന്റ് നോക്കാം. മീനിങ്, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് നോൺ വെർബൽ, ഇന്റർകൾച്ചറൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു മേഖലയാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ദെൻ മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. ഈ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നമ്മൾ നോക്കണം. ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന രീതിയ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയ ഒന്നല്ല. അത് കണ്ടന്റുകൾ നോക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും സിമ്പിൾ ആയൊന്നുമില്ല. പക്ഷേ നമുക്കിത് സ്കോർ ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക. കമ്മ്യൂണിക്കേഷനിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വെർബൽ ആൻഡ് നോൺ വെർബൽ. വെർബൽ ആൻഡ് നോൺ വെർബൽ മേഖലയിൽ നിന്ന് ഇപ്പൊ നമുക്കറിയാം കിനസിക്സ് ചോദ്യം വരുന്നത്. കിനസിക്സ് ബോഡി ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒന്നാണ്. കിനസിക്സ്, പ്രോക്സിമിക്സ്, അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഭാഗം വരുന്നത് ഗ്രേപ്പ് വൈൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ മറ്റൊരു പേരാണ് ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എങ്ങനെ എഫക്റ്റീവ് ആയിരിക്കും, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ ടീച്ചർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡന്റിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്.
അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവാൻ ഇപ്പൊ കമ്മ്യൂണിക്കേഷന്റെ പാത്ത് വേ ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്കറിയാം സാധാരണ ഒരു പാത്ത് വേ ഉണ്ടായിരിക്കും, സെൻഡർ ഉണ്ടായിരിക്കും, മെസ്സേജ് ഉണ്ടായിരിക്കും, ചാനൽ ഉണ്ടായിരിക്കും, റിസീവർ ഉണ്ടായിരിക്കും, എനി ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. ഇതൊരു പാത്ത് വേ ആണ്. ഇതുപോലെ പല പാത്ത് വേകൾ ഉണ്ടായിരിക്കും. അതിൽ ഡീകോഡ് ഉണ്ടാവും, എൻകോഡ് ഉണ്ടായിരിക്കും, എൻകോഡ് ഡീകോഡ്, അതിലേക്ക് നോയ്സ് വരും. അങ്ങനെ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പല ടൈപ്സുകളുണ്ട്. ഇപ്പൊ ടൈപ്സിൽ വരുമ്പോൾ അരിസ്റ്റോട്ടിൽ ടൈപ്സ് എന്ന ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ലാസ്വേ ടൈപ്പ് എന്ന ടൈപ്പ് ഉണ്ട്, സ്ക്രാം മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ടൈപ്സുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ പലതും ലീനിയർ മോഡലാണ്. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ സിലബസിൽ ഏറ്റവും ഉൾപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ് ലീനിയർ കമ്മ്യൂണിക്കേഷൻ. ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തില്ല, തിരിച്ച് ഫീഡ്ബാക്ക് ഇല്ല. നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾ എനിക്കൊരു ഫീഡ്ബാക്കും തരുന്നില്ല, അതിനൊരു അവസരം ഇല്ല. അപ്പൊ അവിടെ എന്താ ലീനിയർ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അതിനർത്ഥം എന്താ, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് അതിനർത്ഥം. അവിടെ എന്തുണ്ട്, സെമാൻറ്റിക് ആക്യുറസി ഉണ്ടെന്ന് നമുക്ക് പറയാം. ആ ഒരു വേർഡ് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, സെമാൻറ്റിക് ആക്യുറസി. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മളിങ്ങനെ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ഫീഡ്ബാക്ക് വരുന്നില്ല. അപ്പൊ അതിനകത്തോടെ സെമാൻറ്റിക് ആക്യുറസി ഉണ്ട്, അങ്ങനെ പറയുന്നതൊക്കെ മനസ്സിലാണ്. ലീനിയർ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരുപാടുണ്ട്. ലീനിയർ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസെൻഡൽ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ടൈപ്സുകൾ ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യില്ല. കാരണം നമ്മൾ സിമ്പിൾ അല്ല, സിലബസ് സിമ്പിൾ ആണ്, പക്ഷെ കമ്മ്യൂണിക്കേഷൻ പഠിച്ചെടുക്കാൻ നമ്മൾ സിമ്പിൾ അല്ല. പക്ഷെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടും കണ്ടന്റ് പഠിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വരുത്തിയിലാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും പറ്റും. അതിൽ നമുക്ക് പരമാവധി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി സ്കിപ്പ് ചെയ്യുന്ന മറ്റൊരു ഭാഗം, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പണ്ട് മുതലേ പേടിയുള്ള ഒരു ഏരിയ, മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. എല്ലാവർക്കും പേടിയാണ്. പേടിയായതുകൊണ്ടുള്ള ഗുണം എന്താ, നമുക്ക് സമയമുണ്ട് അല്ലേ, എന്താ നമ്മളിതൊന്നും അറ്റൻഡ് ചെയ്യില്ല. മാത്തമാറ്റിക്സ് ആണോ, നമ്മൾ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്തോളും. സ്കിപ്പ് ചെയ്ത് കാണുന്നത് അവസാനം വന്നുകൊണ്ട് സമയമുണ്ടെങ്കിൽ ജസ്റ്റ് എന്തിലൊക്കെ കറക്കി കുത്തിക്കൊണ്ട് പോകുന്ന ഒരു ഏരിയ ആണ് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചൊരു 3-4 വർഷത്തെ NTA UGC നെറ്റിന്റെ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഒന്നും അത്ര ടഫായിട്ടോ കോംപ്ലിക്കേറ്റഡ് ആയ മാത്സ് ഒന്നും ഇതുവരെ ചോദിക്കുന്നില്ല എന്നാണ്. ഏതൊരാൾക്കും കുറച്ച് സമയം എടുത്താൽ, ആ സമയത്തെ പ്രശ്നം, സമയം നമുക്ക് ഒരുപാട് ചെലവാകുന്നു. ആ സമയം ചെലവാകുന്നതിന് നമുക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നാണ്. ഓക്കെ, മാത്തമാറ്റിക്സിൽ നമുക്ക് നല്ല കൃത്യമായിട്ടുള്ള ക്ലാസ്, ഏറ്റവും കൂടുതൽ ക്ലാസ് വരുന്ന, നിങ്ങൾക്ക് ഈ 30 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് കിട്ടുന്ന ഒരു ഭാഗം മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ആണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ ടൈപ്സ് ഓഫ് റീസണിങ്, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്, റിലേഷൻഷിപ്പ്. ഇതിലിപ്പോ നോക്കും, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് ഒക്കെ ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം 1, 3, 5, 7 ഡാഷ്, സ്വാഭാവികമായിട്ട് നമ്മൾ 9 കൊടുക്കും. അങ്ങനെ അതുപോലെ തന്നെ ചില ലെറ്റർ കോഡുകൾ ABCD, പിന്നെ EFGH, അങ്ങനെ വരുമ്പോൾ അടുത്തത് എന്താണ്, അങ്ങനെ പല വരും. പിന്നെ റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് ബ്ലഡ് റിലേഷൻസ് ഒക്കെയാണ്. ഇപ്പൊ ബ്ലഡ് റിലേഷൻ ഇപ്പോൾ UGC ചോദിക്കാൻ, NTA ചോദിക്കാറില്ല. ബ്ലഡ് റിലേഷൻ ഒക്കെ ഒരുപാട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെയാണ് കാണുന്നത്. ഇപ്പൊ ബ്ലഡ് റിലേഷൻ ഒന്നും ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ നമ്മൾ കാണാറില്ല, ബ്ലഡ് റിലേഷൻ ഒന്നും. അപ്പൊ പിന്നെ മാത്തമാറ്റിക്സ് ആയിട്ടുള്ള ഫ്രാക്ഷൻ, ടൈം, ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, ഇതിനൊക്കെ കൃത്യമായ ഫോർമുലകളുണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റും. അതുപോലെ റേഷ്യോ കാണാനും പ്രൊപ്പോർഷൻ കാണാനും, പെർസെൻറ്റേജ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് 10 രൂപയുടെ പെണ്ണ് ഇത്ര രൂപക്ക് വിറ്റു, എത്രയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്രയാണ് ലോസ്, 10 രൂപ ലാഭം കിട്ടാൻ എത്ര പെണ്ണ് വിൽക്കണം, ആ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ടിങ്, ആവറേജ് തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആയ മാത്തമാറ്റിക്സ് ഇതുവരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് UGC NTA ചോദിക്കുന്നില്ല. ഇവിടെ തന്നെ ഇതിന് ഗുണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവെ എല്ലാവരും എന്ത് ചെയ്യും, മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ഒന്നുകൊണ്ട് നോക്കാൻ ലോജിക്കൽ റീസണിങ്ങും, ഈ 3 ഒന്നും പഠിക്കൂല. ഇതിൽ പ്രധാനപ്പെട്ട മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും. ഇത് പഠിക്കാൻ അവർ സമയം കൊടുക്കില്ല. എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല. നോക്കൂ, നിങ്ങൾ എന്നെ എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തോളൂ. ഞാൻ എൻ്റെ സ്വയം എക്സ്പീരിയൻസ് വരെ പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇഷ്ടമല്ലാത്ത വിഷയവും ഞാൻ
ഞാൻ പേടിച്ചുകൊണ്ടിരുന്ന വിഷയം, പഠിക്കുന്ന കാലത്താണ് പേടിച്ചുകൊണ്ടിരുന്നതാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് നെറ്റ് എന്നെ സ്കോർ ചെയ്യാൻ, ഞാൻ ക്വാളിഫൈ ആകാൻ എന്നെ സഹായിച്ച ഒരു ഭാഗം എന്ന് പറഞ്ഞത് മാത്തമാറ്റിക്സ് ആയിരിക്കും. കാരണം എന്താ, ബാക്കി ആരും ചിലപ്പോൾ എന്തെയില്ല, മാത്തമാറ്റിക്സ് എന്തെയില്ല, പ്രാക്ടീസ് ചെയ്യില്ല ആരും. അതാണ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചാൽ മതി, അവർ പറയുന്നുണ്ടാവും ഞാൻ മാത്സ് ഒന്നും പഠിക്കാറില്ല, മാത്സ് പേടിയാണ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പേടിയാണ്, അത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്, അത് അവസാന സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കറക്കി കുത്താൻ ചെയ്യും, അങ്ങനെ പറയാറ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുക? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ബാക്കി എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് പഠിക്കണം. എഡ്സ്പെയറിൽ കയറിയിട്ടുള്ള, എഡ്സ്പെയറുടെ ക്രാഷ് കോഴ്സ് ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് മാത്രം ഉള്ള, നിങ്ങളുടെ ബാക്കി എല്ലാവരും എന്ത് ചെയ്യും, അവരത് സ്കിപ്പ് ചെയ്യും. നിങ്ങളിത് പഠിക്കുന്നുണ്ട്, അപ്പൊ ഇതിന്റെ ഗുണം ആർക്കെ കിട്ടുന്നത്? നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് നെറ്റ് സ്കോർ ചെയ്യണോ, നിങ്ങൾ തീർച്ചയായിട്ടും മാത്തമാറ്റിക്കൽ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനിയാണ് ലോജിക്കൽ റീസണിങ്. ഏറ്റവും കൂടുതൽ കണ്ടന്റ് വരുന്ന നിങ്ങളുടെ ഈ ഒരു സിലബസിൽ ഏറ്റവും കണ്ടന്റ് 2 യൂണിറ്റ് ആണുള്ളത്. ഒന്ന് പീപ്പിൾ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് ആണ്, മറ്റൊന്ന് ലോജിക്കൽ റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഇന്ത്യൻ ലോജിക് ആണ്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് ആർഗ്യുമെന്റ്സ്, സ്ട്രക്ചർ ഓഫ് കാറ്റഗറി, പ്രൊപ്പോസിഷൻ, മൂഡ്, ഫിഗർ, ഫോർം ആൻഡ് ഇൻഫോ, ഫല്ലസീസ്. അത് ഫല്ലസീസ് ഒക്കെയാണ് ഇപ്പൊ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, ഫല്ലസീസ് ഒക്കെ ചോദിക്കാറുണ്ട്. ആ ഫല്ലസീസ് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, പല ടൈപ്സ് ഓഫ് ഫല്ലസീസ് ഉണ്ടായിരിക്കും. അല്ല മൂഡ് 1, മൂഡ് 2 അതൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ കാറ്റഗറി പ്രൊപ്പോസിഷൻസ്, സ്ട്രക്ചർ ഓഫ് കാറ്റഗറി പ്രൊപ്പോസിഷൻസ് പഠിക്കാനുണ്ട്. ഇതിനൊക്കെ എന്താ കൃത്യമായിട്ട് എന്തുണ്ട്, ഒരു രീതിയുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ. തീർച്ചയായും ടീച്ചേഴ്സ് നിങ്ങൾക്ക് അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരും. നമ്മളിതൊക്കെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളോ, സിമ്പിൾ ആയിരുന്നല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരും. അതാണ്, ഇത് പഠിക്കാൻ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആയിരുന്നല്ലോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മൂഡ്, ഫിഗർ, ഫോർമൽ, ഇൻഫോം, ഫല്ലസീസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഫല്ലസീസ് ഒക്കെ എന്ത് ചെയ്യും, ഫല്ലസീസ് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻസിനും ഉണ്ടാകുന്ന ഒന്നാണ് ഫല്ലസീസ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉദാഹരണം എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും ടീച്ചേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പൊ ആ ഒരു മേഖലയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആൻസർ ചെയ്യാൻ വേണ്ടി. അത് മറ്റൊന്ന് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്നൊക്കെ, കോൺട്രാഡിക്ടറി, കോൺട്രറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുന്നേ നെറ്റ് എക്സാമിന് പഠിച്ചവരും അറ്റൻഡ് ചെയ്തവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ വെൻ ഡയഗ്രം വരച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഹ്യൂമൻ ഈസ് മോർട്ടൽ, മോർട്ടൽ ഈസ് ബേർഡ്, ബേർഡ് ഈസ് ഡോഗ്, അങ്ങനെയൊക്കെ പല എക്സാമ്പിൾ പറഞ്ഞാണ് ഞാൻ. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഏത് ഭാഗത്തുനിന്ന്? ലോജിക്കൽ റീസണിംഗ് ആണ്. എന്നിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കണം. പിന്നെ നിങ്ങളെ കുഴപ്പിക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ ലോജിക് എന്ന് പറഞ്ഞത്. പക്ഷെ ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് UGC NTA ചോദിക്കാറുള്ളത്. കാരണം അതില് പല കാര്യം, ഇപ്പോൾ ഇതില് കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു മേഖല ഈ ഒരു പ്രമാണങ്ങളാണ്. പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപതി ആൻഡ് അനുപലപ്തി എന്ന് പറയുന്നത്. ഇത് നമുക്ക് സംസ്കൃതം വേർഡ്സ് ആണ്, സാൻസ്കൃത് വേർഡ്സ് ആണ്. ഇത് കൃത്യമായിട്ട് പഠിക്കണം. പ്രത്യക്ഷ നമ്മുടെ പെർസെപ്ഷൻ ആണ്, അനുമാനം നമ്മുടെ ഇൻഫറൻസ് ആണ്, ഉപമാനം നമ്മുടെ കമ്പാരിസൺ ആണ്, ശബ്ദ നമ്മുടെ വെർബൽ ടെസ്റ്റിമോണി, അർത്ഥപതി ഇംപ്ലിക്കേഷൻ ആണ്, അനുപലപ്തി നോൺ അപ്രഹെൻഷൻ. ഇതിനെ കൃത്യമായ എക്സാമ്പിൾസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ലോജിക്കിലെ ഈ മീൻസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞ ഈ പ്രമാണങ്ങളാണ് ഈ പ്രമാണങ്ങൾ. അതുപോലെ തന്നെ ഇതിൽ മറ്റൊന്നാണ് അനുമാനവുമായി ബന്ധപ്പെട്ട കൈൻസും സ്ട്രക്ചറും. അതായത് ഇപ്പോൾ വ്യാപ്തി, തത്വഭാഷ എന്നൊക്കെ പറയാം. അതായത് അതിൽ ചില ഫല്ലസീസ് ഉണ്ട്, ഇന്ത്യൻ ഫല്ലസീസ് എന്നൊക്കെ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്, ലോജിക്കൽ റീസണിങ് പഠിക്കുന്നുണ്ട്. അപ്പൊ ലോജിക്കൽ റീസണിങ് അത്ര എളുപ്പമല്ല പഠിക്കാൻ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ ആൻസേഴ്സ് കൃത്യമായിട്ട് കിട്ടും. കാരണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് പോലെയാണ്. മാത്തമാറ്റിക്സ് നമ്മൾ സ്കിപ്പ് ചെയ്യും, ലോജിക്കൽ റീസണിങ് നമ്മൾ സ്കിപ്പ് ചെയ്യും. പക്ഷെ മാത്തമാറ്റിക്സും ലോജിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും അത് കൃത്യമായിട്ട് ആൻസേഴ്സ് ഉള്ള ചോദ്യങ്ങളായിരിക്കും. അത് അങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾസ് നിങ്ങൾക്ക് ക്ലാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇത്രയേ ഉള്ളായിരുന്നു, ഇത്ര സിമ്പിൾ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾ മുന്നേ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അയ്യോ അന്ന് ഇത് ചെയ്തിരുന്നെങ്കിൽ പക്ഷെ നമുക്ക് നെറ്റ് കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് അന്നൊരു ധാരണ ഉണ്ടാകും. ഓക്കെ, ലോജിക്കൽ റീസണിങ്. അടുത്ത ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ.
എപ്പോഴും നമുക്കറിയാം നെറ്റ് എക്സാമിന് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ എഴുതുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. നമുക്ക് ഏറ്റവും കൂടുതൽ സമയം നഷ്ടപ്പെടുന്ന ഒരു ഏരിയ ഏതാണ്? ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അല്ലെ? ഏറ്റവും സമയം നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 5 ചോദ്യങ്ങൾ ചിലപ്പോൾ എങ്ങനെയായിരിക്കാം? ഒരു ഡാറ്റ തരില്ലേ, കുട്ടികളുടെ മാർക്കായിരിക്കാം, 5 സബ്ജക്റ്റിലെ മാർക്കായിരിക്കാം, ചിലപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഗേൾസ് എത്രയാണ്, ബോയ്സ് എത്രയാണ്, ചിലപ്പോൾ ചില രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റ ആയിരിക്കാം. ഇങ്ങനെയുള്ള ഡാറ്റകളെ തന്നിട്ട് ആ ഡാറ്റയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് എന്നത് പ്രപ്പോർഷൻസ് കാണുന്നത്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് കാണുന്നത് തുടങ്ങിയ. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇതിൽ തന്നിട്ടുണ്ട്, നമ്മുടെ സിലബസ് തന്നിട്ടുണ്ട്. അതായത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ബാർ ചാർട്ട്, ഹിസ്റ്റോഗ്രാം അങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുള്ള എന്താണ്? അധികവും എന്താണ്? പ്രപ്പോസിഷൻസ്, പെർസെൻറ്റേജ്, ആവറേജ് തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഈ നമ്മുടെ എഡ്സ്പർ അക്കാദമിയുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് 5 മാർക്ക് ഷുവർ ആയിട്ടും ആദ്യമേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഓക്കെ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ സ്കോർ ചെയ്യാനും ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞു തരും. നിങ്ങളെ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മിനിമം ഒരു 20 പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മിനിമം ഒരു 20 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞ 3P ഓർമ്മയുണ്ടല്ലോ, അതിൽ 3ാമത്തെ P പ്രാക്ടീസ്. 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നോക്കൂ, 20 ക്വസ്റ്റ്യൻസ്, ആകെ 20 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളെ നെറ്റ് ക്വാളിഫൈ ചെയ്യിപ്പിക്കാനുള്ള 5 മാർക്കാണ് തരാൻ പോകുന്നത്. ഓർക്കുക, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒരു കാരണവശാലും ടൈറ്റ് ആയ ഒരു ഏരിയ അല്ല. കാരണം ആ 20 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തരും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങൾ സോൾവ് ചെയ്യും. കിട്ടാത്തത് സംശയം ചോദിക്കും, നമ്മുടെ ട്യൂട്ടേഴ്സിനോട് സംശയം ചോദിക്കും, പറഞ്ഞുതരും എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞുതരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞുതരും. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 5 മാർക്കും ഉറപ്പുവരുത്താൻ പറ്റും. ചില ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്യേയില്ല, കാരണം ഒന്നാമത് സമയം പോകുന്ന ഒരു ഏരിയ ആണ്. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഒക്കെ ആയിക്കാണ് നമ്മൾ പേപ്പറിൽ കുത്തി വരച്ചിടുക. നമുക്ക് ആൻസർ കിട്ടില്ല, അവസാനം നമുക്ക് തോന്നി കറക്കി കുത്തി ഏതിന് ആൻസർ കിട്ടണം പോകാൻ മതി അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഒരു 15 മിനിറ്റോട് കൂടി, ഒരു 15 മിനിറ്റ് എന്തായാലും വേണ്ടി വരും, അത് എന്തായാലും എടുക്കേണ്ടി വരും. കാരണം നമുക്ക് കാൽക്കുലേഷൻസും കാര്യങ്ങളും ചെയ്യേണ്ടി വരും, ഡാറ്റ വാദിക്കേണ്ടി വരും. അപ്പൊ 15 മിനിറ്റ് എന്തായാലും എടുക്കും. ആ 15 മിനിറ്റോട് കൂടി 5 ചോദ്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് ക്ലാസ്സിൽ തരും. നിങ്ങൾ ചെയ്യേണ്ടത് 20 ക്വസ്റ്റ്യൻ പേപ്പർ അതിനനുസരിച്ച് സോൾവ് ചെയ്യുക. തീർച്ചയായിട്ടും 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാക്കി എല്ലാവർക്കും നഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അവിടെയാണ് നിങ്ങൾ 5 മാർക്ക് സ്കോർ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് റിസൾട്ട് എടുത്ത് നോക്കുക. ആ പ്രീവിയസ് റിസൾട്ടിൽ നെറ്റ് ഓൾറെഡി എഴുതിയവരോടാണ് ഞാൻ പറയുന്നത്. പ്രീവിയസ് റിസൾട്ടിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മാർക്ക് ഇവിടെ നോക്കുക. അതിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷന് മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ, അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആണ്. അതാണ് ആലോചിക്കേണ്ടത്. നമുക്ക് എവിടെയാണ് നഷ്ടപ്പെടുന്നത്, ആ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുക, അതിനെയാണ് നമ്മൾ പ്രാക്ടീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി തരികയാണ്. ഈ 30 ദിവസം ക്ലാസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാസ് കിട്ടുന്ന ഒരു ഏരിയ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും? ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. 5 ക്വസ്റ്റ്യൻ 5ഉം ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ICT. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ICT പ്ലസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ കമ്മ്യൂണിക്കേഷൻ. ഇത് എപ്പോഴും ഇന്റർകണക്റ്റഡ് ആയിട്ട് പലപ്പോഴും ചോദിക്കുക. ടെർമിനോളജീസ് ICTയിലെ പലതിന്റെയും ഫുൾ ഫോം എന്തൊക്കെയാണ്? ഇപ്പൊ സൈറ്റ്, ഇപ്പൊ ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടുണ്ട്, സൈറ്റിന്റെ ഫുൾ ഫോം എന്താണ്? അതുപോലെ റാം, റോം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, അതിന്റെയൊക്കെ പ്രത്യേകത ചോദിക്കാറുണ്ട്. പിന്നെ ബേസിക്സ് ഓഫ് ഇന്റർനെറ്റ് ആണ്, ഇന്റർനെറ്റ്, ഇമെയിൽ, ഓഡിയോ വീഡിയോ കോൺഫറൻസിങ്ങുമായി ബന്ധപ്പെട്ട സിങ്ക്രണസ് മീഡിയ. പിന്നെ നമുക്കറിയാലോ GB, 1 GB എന്നാൽ എത്രയാണ്, അതുപോലെ 1 TB എത്രയാണ്. പിന്നെ ICT ഗവേണൻസുമായി ബന്ധപ്പെട്ട്, കാരണം ICTയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ആ ഇനീഷ്യേറ്റീവുകളൊക്കെ എന്തൊക്കെയാണെന്നത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. ഗവൺമെന്റിന്റെ സ്കീമുകൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ്. ICT നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏകദേശം. പക്ഷെ ഇതിൽ നമുക്ക് എന്താണ് അപ്ഡേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് വരും ICTന്ന്. കറന്റ്ലി നടക്കുന്ന പല കാര്യങ്ങളും, ചില സ്കീമുകളൊക്കെ ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
പക്ഷെ കാലങ്ങളായി ചോദിക്കുന്ന ചില മേഖലകളും ICT ഉണ്ട് എന്നുള്ളതാണ്, ICT-യുമായി ബന്ധപ്പെട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം, ഏറ്റവും കണ്ടന്റ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നതാണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്, പ്രത്യേകിച്ച് സയൻസുമായി ബന്ധപ്പെട്ട ഏരിയ. ഇത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും. ഒരു 8 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്, MDG എന്ന് പറയും. അതുപോലെ ഒരു 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്, SDG എന്ന് പറയും. ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നതാണ് നമ്മുടെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഏരിയ. അപ്പോൾ പൊല്യൂഷന് വരുന്ന പൊല്യൂട്ടന്റുകൾ ഏതൊക്കെയാണ്, ആ പൊല്യൂട്ടന്റ് ചോദിക്കാറുണ്ട്. പിന്നെ ഉള്ളത് ചില ട്രീറ്റികൾ അല്ലെങ്കിൽ ചില ആക്ടുകൾ ഏതൊക്കെയാണ്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, അതിൽ 8 കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ആ 8 കാര്യങ്ങൾ, അതുപോലെ തന്നെ മോൺട്രിയൽ പ്രോട്ടോകോൾ, റിയോ സമ്മിറ്റ്, കൺവെൻഷൻ ബയോഡൈവേഴ്സിറ്റി, ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് അഗ്രിമെന്റ്, ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ തരും. അപ്പൊ ഇതിൽ ചില ടാർഗറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും, ഏത് വർഷമാണ് ടാർഗറ്റ്, എത്രയാണ്, ഇതിന് ചില മെഷർമെന്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇതിൽ സാധാരണ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും എന്തുണ്ടാവാറില്ല, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പലപ്പോഴും എല്ലാവർക്കും സാധിക്കാറില്ല. അതിന്റെ പ്രധാന കാരണം അതിൽ പല ട്രീറ്റികളും അല്ലെങ്കിൽ പ്രോട്ടോകോൾസും ആക്ടുമായി ബന്ധപ്പെട്ട വളരെ റീസെന്റ് ആയ പല കാര്യങ്ങളും ചോദിക്കുന്ന സമയത്ത് അത് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കാറില്ല. അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് ചില കാര്യങ്ങൾ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കാറില്ല. പക്ഷെ എപ്പോഴും ചോദിക്കുന്ന ചില ഏരിയകളുണ്ട്, ഏതിൽ, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MDG-യും SDG-യും പോലത്തെ, അല്ലെങ്കിൽ പൊല്യൂട്ടന്റ് പോലത്തെ, അല്ലെങ്കിൽ ഇതുപോലെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് ചോദ്യങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോളാർ പവർ ഉപയോഗിക്കുന്ന സ്റ്റേറ്റുകൾ റാങ്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഹൈഡ്രോ പവർ ഉപയോഗിക്കുന്ന സ്റ്റേറ്റുകൾ എന്ത് ചെയ്യാണ്, വിൻഡ് പവർ ഉപയോഗിക്കുന്ന സ്റ്റേറ്റുകൾ റാങ്ക് ചെയ്യാൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് വരുന്നൊരു ഏരിയ ആണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെയാണ് ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ആണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇതിന് പഠിക്കുന്ന ഒരു ഭാഗമാണ് ആൻഷ്യന്റ് ഇന്ത്യ. ആൻഷ്യന്റ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ, അതായത് പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. തക്ഷശില യൂണിവേഴ്സിറ്റി, മിഥില യൂണിവേഴ്സിറ്റി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നളന്ദ യൂണിവേഴ്സിറ്റി. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്. പിന്നെ ഇന്ത്യയിൽ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ, സ്വതന്ത്രാനന്തര ഇന്ത്യയിലുള്ള ഹയർ എഡ്യൂക്കേഷൻ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പല കമ്മീഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കോത്താരി കമ്മീഷൻ കേട്ടിട്ടുണ്ടായിരിക്കും, പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കമ്മീഷൻ ഉണ്ടായിരിക്കും, എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഒരുപാട് കമ്മീഷൻസ്, സാം പിട്രോഡയുടെ കമ്മീഷൻസ്. ഓക്കെ, പിന്നെ ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ 3 യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരിക്കും അല്ലെ, പ്രസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി 3, കൊൽക്കത്ത, മദ്രാസ്, ബോംബെ യൂണിവേഴ്സിറ്റികൾ. ഇത് സ്ഥാപിച്ചത് ഏത് ആക്ടിന്റെ പ്രകാരമാണ്? ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് NEP-യുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ NEP-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പുതിയ റാങ്കിങ് ഫ്രെയിംവർക്ക്, ഇപ്പൊ NIRF റാങ്കിങ്, ടൈംസ് റാങ്കിങ്, ഈ റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റികൾ എങ്ങനെയൊക്കെയാണ്, കോളേജുകൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള പുതിയ സ്കീമുകളൊക്കെ എന്തൊക്കെയാണ്, ആ സ്കീമുകളെ കുറിച്ച് ചോദിക്കാം. ആ സ്കീമുകളുടെ ഫുൾ ഫോമുകളൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിൽ ഇപ്പൊ NPTEL ഫുൾ ഫോം ചോദിക്കാറുണ്ട്, എന്താണുള്ളത്, LPTEL-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ഒരുപാട് ചോദിക്കുക. അതുപോലെ അപ്ഡേറ്റഡ് ആയ കാര്യങ്ങൾ ചോദിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, ഇത്രയാണ് സിലബസിന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഏകദേശം 8 മണിയായി. 2-3 കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഈ 10 യൂണിറ്റുകൾ നിന്നുമായിട്ട് 5 ചോദ്യങ്ങൾ വീതമാണ് ചോദിക്കുന്നത്. 50 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക 100 മാർക്കിന്. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വെച്ചിട്ട് 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അടുത്തായി ഡിസ്കസ് ചെയ്യും. ഞാൻ ഈ ഒരു 10 യൂണിറ്റിനെയും നിങ്ങൾക്ക് ആയിട്ട് ഇവിടെ നിന്ന്
ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് 3 ഏരിയ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കാറ്റഗറി എ, കാറ്റഗറി ബി, കാറ്റഗറി സി, ഇങ്ങനെ 3 ഏരിയ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ കാറ്റഗറി എ എന്ന് പറയുന്നത് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഏരിയകളാണ്. ഓക്കെ, കാറ്റഗറി എ നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾ എപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന ഏരിയ ആണിത് കാറ്റഗറി എ എന്ന് പറയുന്നത്. കാറ്റഗറി ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കൂടുതലായിട്ട് പഠിക്കുന്ന ഒരു ഏരിയ ആണ് എന്ത് കാറ്റഗറി ബി എന്ന് പറയുന്നത്. കാറ്റഗറി സി എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് എന്ത് കാറ്റഗറി സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാറ്റഗറി എയില് മാത്തമാറ്റിക്സ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിങ്, റീഡിങ് 5 മാർക്ക് വെച്ചിട്ടാണ്. കാറ്റഗറി ബിയിൽ വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ICT. കാറ്റഗറി സിയിൽ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയും. അപ്പൊ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതിലായിരിക്കണം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. കാറ്റഗറി എക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത്, കാറ്റഗറി ബിക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത്, കാറ്റഗറി സിയിലാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹോൾഡ് ഏത് മേഖലയിലാണ്, ഏത് യൂണിറ്റിലാണ് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ഉള്ളത്. ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പഠനവുമായിട്ട്. ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് വേണ്ട ഒരു ഏരിയ ആണ് ഇത് കാറ്റഗറി എ. അതിൽ യാതൊരു സംശയവും ഉണ്ടായിരിക്കില്ല, എനിക്കറിയാം. ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് വേണ്ട ഏരിയ ഏതാണ്, കാറ്റഗറി എ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഭാഗം ഏതാണ്, കാറ്റഗറി ബി ആണ്. കാരണം ഇതിൽ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ കാറ്റഗറി ബി ആണ്. ഓക്കെ, പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു മേഖല ഏതാണ്, കാറ്റഗറി സി ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിനൊരു കാറ്റഗറൈസ് ചെയ്യാം. അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ഇനി പ്രീവിയസ് ചില കട്ട് ഓഫുകൾ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന, ഒരിക്കൽ പേടിപ്പിക്കാനോ ഒന്നുമല്ല. കട്ട് ഓഫും കാര്യങ്ങളും ഇപ്പൊ 2024 ജൂണിലെ കട്ട് ഓഫ് ആണ്. എക്കണോമിക്സിന്റെ കട്ട് ഓഫ് അറിയാലോ, അൺറിസർവ്ഡ് JRF-ന് 210 ആണ്, അസിസ്റ്റന്റ് പ്രൊഫസറിന് 182 ആണ് വരുന്നത്. അതുപോലെ ഇംഗ്ലീഷിന് വരുന്നത് എത്രയാണ്, 99 ആണ്. അത് പെർസെന്റേജ് ആണ്. പെർസെന്റേജിൽ വരാൻ കാരണം ഒരേ എക്സാം 2 ഷിഫ്റ്റ്, 2-ലധികം ഷിഫ്റ്റിലൊക്കെ നടക്കുന്ന സമയത്ത്, 1-ലധികം ഷിഫ്റ്റിൽ നടക്കുന്ന സമയത്ത് പെർസെന്റേജ് സ്കോർ ആണ് വരുന്നത്. നോർമലൈസേഷൻ പ്രോസസ് ആണ് ഉണ്ടാവുന്നത്. മാനേജ്മെന്റിൽ വരുന്നത് 214 ആണ്, JRF-ന് വരുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസറിന് 818 ആണ് അതിന്റെ കട്ട് ഓഫ് വരുന്നത്. 162 ആണ് അതിന്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ഇത് 2024 ജൂണിലെ കട്ട് ഓഫ് ആണ്. അതുപോലെ തന്നെ 2024 ഡിസംബറിലെ കട്ട് ഓഫ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ വിഷയത്തിന്റെ കൊമേഴ്സിന്റെ ഒക്കെ അൺറിസർവ്ഡിന് വരുന്നത് 210 ആണ്, JRF-ന് വരുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസറിന് വരുന്നത് ഏകദേശം 186 ആണ് അതിന്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ പലതിന്റെയും കട്ട് ഓഫുകളുണ്ട്. കട്ട് ഓഫ് ഒക്കെ എപ്പോഴും നമുക്കറിയാം. ഇപ്പോ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള സമയമാണ് ഈ സമയം എന്ന് പറയുന്നത് നെറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ തീർച്ചയായിട്ടും ഈ വർഷം ആപ്ലിക്കൻസ് അധികം ഉണ്ടായിരിക്കും. ആപ്ലിക്കൻസ് കൂടും. പരീക്ഷ ഒന്നുകൂടി ടൈറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താവും, നല്ല സ്കോർ ഇല്ലാത്ത ഒരാൾക്കും തന്നെ നെറ്റ് സ്കോർ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. ഇവിടെ വില്യം മെഡ്ലിന്റെ കോട്ടോട് കൂടി ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. അംബിഷൻ ഈസ് ദി പാത്ത് ടു ദി സക്സസ്, പെർസിസ്റ്റൻസ് ഈസ് ദി വെഹിക്കിൾ യു അറൈവ്. ഓക്കെ, നമ്മുടെ അംബിഷൻ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ ഉറച്ചു നിൽക്കുകയും വേണം. ഓക്കെ, ആ 3 P ഞാൻ പറഞ്ഞ 3 P നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പെർസിസ്റ്റൻസ്, പ്രയോറിറ്റി, പ്രാക്ടീസ്. ഇത് 3 നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇത് 3 നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ജൂണിൽ എക്സാം കഴിയുന്നത് വരെ പെർസിസ്റ്റൻസ് ആയിരിക്കണം, നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം, പ്രാക്ടീസും ചെയ്തിരിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് എല്ലാവിധ സഹായങ്ങളും എഡ്സ്പെർ അക്കാദമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഈ ഒരു സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ സംശയങ്ങൾ എന്തുമായി സിലബസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അല്ലാതെ ചോദ്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയങ്ങളുമായി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഞാൻ അതിനൊന്ന് ആൻസർ പറയാം. സാറേ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സാറ് തരുമല്ലോ അല്ലേ ഗ്രൂപ്പിൽ? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസിന്റെ ഇടയിൽ നമ്മൾ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ, PDF ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു സാർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് പോകണം, എങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നാളെ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്.
നാളെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലൂടെയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. ഇന്നത്തെ പോലെ തന്നെ 6:55 ലിങ്ക് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ചാണ് ക്ലാസ് മുന്നോട്ട് പോകുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. 8:05 സമയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ.